KSRTCയും ചിക്കിങ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫുഡ് ബസ്സിൻ്റെ ഉള്ളിൽ സെർവ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. മറ്റ് ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ടാകും. ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ആ ഔട്ട്ലെറ്റ് നിർത്തുമ്പോൾ അവിടുത്തെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് അതിലേത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. KSRTC യാത്രക്കാർക്ക് വേണ്ടി KSRTCയും ചിക്കിങ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഫുഡ് ബസ്സിൻ്റെ ഉള്ളിൽ സെർവ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ്. അത് ആദ്യഘട്ടത്തിൽ 5 ബസ്സുകളിൽ നിലവിൽ വരും. KSRTCയുടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ എല്ലാ സീറ്റുകളിലും 5 വാഹനങ്ങളിലാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ബഡ്ജറ്റ് ടൂറിസം വാഹനങ്ങളിലും തുടങ്ങുകയാണ്, ഒരുമിച്ച് തന്നെ തുടങ്ങുകയാണ്. ഇതുപോലെ ഒരു QR കോഡ് എല്ലാ വണ്ടിയിലും ഒട്ടിക്കും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ യാത്രക്കാരുടെ വാട്സാപ്പിലേക്ക് ഈ പോകുന്ന റൂട്ടിലുള്ള ചിക്കിങ്ങിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബസ് പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ബസ് പാർക്ക് ചെയ്യും. അതല്ലെങ്കിൽ നിയറസ്റ്റ് നമ്മൾ ആവശ്യപ്പെടുന്ന ബസ് സ്റ്റേഷനിൽ നിങ്ങളുടെ സീറ്റിലേക്ക് യാത്രക്കാരുടെ സീറ്റിലേക്ക് ചിക്കിങ്ങിൻ്റെ നമ്മൾ നൽകുന്ന ഓർഡർ വരും. അതിൻ്റെ ഒരു മെനുവും അതിനകത്ത് ഇത് ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെയിറ്റേറിയനും ഉണ്ട്, നോൺ വെയിറ്റേറിയനും ഉണ്ട്, രണ്ടും ലഭിക്കുന്നതാണ്. അതിന് മറ്റ് ഔട്ട്ലെറ്റുകളിൽ കിട്ടുന്നതിനേക്കാൾ ഏതാണ്ട് 25% ഡിസ്കൗണ്ട് ഉണ്ടാകും KSRTCയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ടോട്ടൽ സെയിലിൻ്റെ 5% KSRTCക്ക് കിട്ടും. ഈ കമ്പനി KSRTC തരും. കുറച്ച് ദിവസത്തേക്ക് യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടി ആദ്യം തുടങ്ങുന്ന 5 ബസ്സുകളിലാണ് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്ന, തിരുവനന്തപുരത്തേക്ക് മൂകാംബികയ്ക്ക് പോകുന്ന ഓൾവോ ബസ്സുകൾ, എയർ കണ്ടീഷൻ ബസ്സുകൾ 5 ബസ്സുകളിലാണ് തുടങ്ങുന്നത്. കൊട്ടാരക്കരയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയിലുണ്ട്. അങ്ങനെ തുടങ്ങിയതിന് ശേഷം വരും ദിവസങ്ങളിൽ നാളെ മുതൽ നമ്മൾ ഒരു പുതിയ സർവീസ് ആരംഭിക്കുന്നുണ്ട്. അത് ടെക്നോ പാർക്കിൽ നിന്ന് ആഴ്ചയിൽ ഒരു ദിവസം തൊടുപുഴ, കണ്ണൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ടെക്നോ പാർക്കിലെ ജീവനക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അവർ വീക്കെൻഡിൽ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ, അതുപോലെ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ്, മൺഡേ തിരിച്ചു വരാനും വേണ്ടിയുള്ള ഒരു സർവീസ് നമ്മൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. KSRTCയുടെ CMD നാളെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. കാരണം ഞാൻ ചെയ്യാനിരുന്നാണ്, പക്ഷേ എനിക്ക് നാളെ അല്പം തിരക്കുള്ളതുകൊണ്ട് ഞാനില്ല ഇവിടെ. അദ്ദേഹം അത് നാളെ അത് ഫ്ലാഗ് ഓഫ് ചെയ്യും. ടെക്നോ പാർക്കിൽ ആയിട്ടൊരു ടൈപ്പ് KSRTC ഉണ്ടാക്കുകയാണ്. ആ വണ്ടികളിൽ ഇതുപോലെ ചിക്കിങ്ങിൻ്റെ ഫുഡ് സെർവ് ചെയ്യും. ആദ്യത്തെ 5 വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ ടെക്നോ പാർക്കിൻ്റെ വണ്ടികളായിരിക്കും. പിന്നെ ബഡ്ജറ്റ് ടൂറിസത്തിൽ പോകുന്ന വണ്ടികളിൽ ഈ ടെലിഫോൺ വഴി ഓർഡർ ചെയ്യാനും മൊബൈൽ വഴി ഓർഡർ ചെയ്യാനും, അതുപോലെ ഔട്ട്ലെറ്റുകളിൽ വണ്ടി നിർത്താൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റുകളിൽ നിർത്താനും, അവിടെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ചിക്കിങ്ങിൻ്റെ ഔട്ട്ലെറ്റിലെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കമ്പനിയുമായി ഒരു ടൈപ്പിലെത്തുന്നത്. ഈ ടൈപ്പ് യാത്രക്കാർക്ക് നല്ല ഫുഡ്, അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാനും നമുക്ക് ഇരിക്കുന്ന സീറ്റിൽ തന്നെ സെർവ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പുതിയ പരിഷ്കാരം KSRTC വരികയാണ്. നമ്മൾ ഔട്ട്ലെറ്റുകളിൽ നിർത്തി കൊടുക്കും. വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഔട്ട്ലെറ്റ്, അതിൻ്റെ ലിസ്റ്റ് ഉണ്ടാവും. ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഇവിടെയും ഒരു സൗജന്യമായിരിക്കും. ആ വണ്ടിയുടെ ഓർഡർ എടുക്കുന്ന വണ്ടിയുടെ ഒരു വണ്ടിയിൽ ഒരു സ്ഥലത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഔട്ട്ലെറ്റ് നിർത്തുമ്പോൾ അവിടുത്തെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് അതിലേത് സാധനം വേണമെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാം. ഈ മെനുവിൽ പറയുന്ന ഏത് സാധനമാണ് ഓർഡർ ചെയ്ത് കഴിക്കാം അവർക്ക്. മറ്റ് യാത്രക്കാർക്ക് 25% ചിക്കിങ്ങിൻ്റെ ജനറൽ ഔട്ട്ലെറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ 25% കുറവോടുകൂടിയാണ് ചിക്കിങ് കൊടുക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് KSRTC ചിക്കിങ്ങുമായി ഒരു ടൈപ്പിലെത്തുകയാണ്. ഇങ്ങനെ ഒരു ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു സംവിധാനം കുറച്ച് നാളായിട്ട് ഞാൻ പറയുന്നുണ്ട്. ബസ്സിനകത്ത് ഫുഡ് തരും, ബസ്സിനകത്ത് ഫുഡ് തരും എന്ന് പറയുന്നുണ്ട്. ഇതിന് പ്രത്യേകമായ വെബ്സൈറ്റും അവരൊരു 25 ദിവസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും. ആ വെബ്സൈറ്റിൽ നമുക്ക് എന്തൊക്കെ മെനു ഉണ്ടെന്നും, മെനു ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. പിന്നെ ഏതൊക്കെ ഔട്ട്ലെറ്റ് ആണുള്ളത്, പോകുന്ന റൂട്ടിൽ നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ടിൽ ഏതൊക്കെ ഔട്ട്ലെറ്റ് ആണുള്ളത് എന്നറിയാൻ പറ്റും. ഇത് KSRTC വേണ്ടി മാത്രമുള്ളൊരു വാട്സാപ്പ് നമ്പറാണ്. ഇതുവഴിയും ഈ വാട്സാപ്പ് നമ്പറിലൂടെയും ഔട്ട്ലെറ്റിലേക്ക് ബന്ധപ്പെടാൻ പറ്റും. ഇവരൊരു കൺട്രോൾ സെൻ്ററുണ്ട്, ഇതിനു വേണ്ടി പ്രത്യേകമായ ഒരു കോൾ സെൻ്ററുണ്ട്. ആ കോൾ സെൻ്ററിലേക്ക് ബന്ധപ്പെടാം വാട്സാപ്പ് വഴി. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും ഒരു വാട്സാപ്പ് മെസ്സേജ് ഉണ്ടെങ്കിൽ തിരിച്ച് റിട്ടേൺ ഒരു ഹായ് എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് വരും. ആ മെസ്സേജ് വഴി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ ഈ മെനു അതിൽ കിട്ടും, അവൈലബിളാണ്. മെനു അതിൽ അവൈലബിളാണ്. അപ്പോൾ ആ മെനുവിൽ പറയുന്ന സാധനങ്ങൾ നമ്മൾ ഈ കണ്ടതുപോലെയുള്ള ഒരു മെനു അതിൻ്റെ ഉള്ളിൽ വരും. അതിൽ വെജിറ്റേറിയനും ഉണ്ട്, ഇത് വെജാണ്, ഇത് നോൺ വെജാണ്. ഈ രണ്ടും വരും. അതിലേതാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ പറയുന്ന സ്റ്റേഷനിൽ ഈ സാധനം ഡെലിവറി
അപ്പോൾ അത്തരത്തിലൊരു സംവിധാനം, കാരണം യാത്രക്കാർക്ക് ഒരു പുതിയ ആകർഷണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആദ്യഘട്ടം 5 വണ്ടിയിൽ, അടുത്ത 5 വണ്ടികൾ നാളെ ആരംഭിക്കുന്ന ടെക്നോ പാർക്കിൽ നിന്ന് പോകുന്ന 5 വണ്ടികൾ, അത് കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ ബഡ്ജറ്റ് ടൂറിസത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ വണ്ടികളും, എല്ലാ സ്ഥലത്തു നിന്നും പോകുന്ന വണ്ടികൾക്ക് ഈ ഒരു ഗുണം ഉപയോഗിക്കാൻ പറ്റും. ഇത്തരത്തിൽ സൗകര്യമുള്ള വണ്ടികളിലെല്ലാം സീറ്റിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ഈ സ്റ്റിക്കർ നമ്മളൊന്ന് മാറ്റും. സ്റ്റിക്കർ ഇതാണ് നമ്മുടെ KSRTCയുടെ ട്രൈ കളർ ഫ്ലാഗ് ബസ്സുള്ള സ്റ്റിക്കർ ഒട്ടിക്കും. ഇത് വെറുതെ സാമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷേ അത് മാറ്റിയിട്ട് നമ്മൾ മറ്റേത് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ KSRTCയുടെ വണ്ടിയാണെന്ന് അറിയണമല്ലോ, അപ്പോൾ അത് സെർവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നിവിടെ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ മാധ്യമങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഇത് സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഇത് നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കും. സീറ്റിൻ്റെ ബാക്കിൽ ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അവിടെ ഉണ്ടാവും. അത് യാത്രക്കാർക്ക് അവിടുന്ന് സ്കാൻ ചെയ്യൂ, അല്ലെങ്കിൽ ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. ഈ വാട്സാപ്പ് നമ്പർ എക്സ്ക്ലൂസീവ്ലി ഫോർ KSRTC ആണ്, KSRTCക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഇതിൻ്റെ ഒരു കൺട്രോൾ സെൻറ്റർ അങ്ങനെയാണ്. ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്, അത് കാണിക്കാം. അങ്ങോട്ട് തിരിച്ചു വെച്ചു. എങ്ങനെയാണ് അത് പ്രവർത്തിക്കുന്നത്? ഇവിടെ വെച്ചോളൂ. ഇവിടെ വെച്ചിട്ട് കാണത്തക്ക രീതിയിൽ അവർ കാണത്തക്ക കാണിച്ചോളൂ, ഓരോന്നായിട്ട് കാണിച്ചോളൂ. നമ്മൾ ആദ്യമായിട്ട് എങ്ങനെ ഓർഡർ ചെയ്യാമെന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് സീറ്റിൻ്റെ ബാക്കിലുള്ള QR കോഡ് സ്കാൻ ചെയ്യാമെന്നുള്ള ഇനീഷ്യൽ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വാട്സപ്പിൻ്റെ ഇൻ്റർഫേസ് ആണ്. നമുക്ക് നേരെ ഹായ് വരുമ്പോൾ ഓട്ടോമാറ്റഡ് ആയിട്ട് വരുന്ന മെസ്സേജ് പോകും. ഒപ്പം ഒരു ലിങ്ക് ജനറേറ്റ് ആവും. ആ ലിങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനു അവിടെ ഡിസ്പ്ലേ ആവും. തേർഡ് സ്റ്റെപ്പിലാണ് നമ്മളവിടെ നമ്മുടെ ഓഫേഴ്സ്, നമ്മുടെ മെനു ഇവിടെ ഡിസ്പ്ലേഡ് ആണ്. മെനു ഇവിടെ കാണാം. ക്വാണ്ടിറ്റി എത്ര വേണം എന്നുള്ളത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാം. കാര്യങ്ങൾ ഇവിടെ ഫൈനലൈസ് ചെയ്യാം. ഓർഡർ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിലേക്ക് പോവാണ്. ഇതിനകത്ത് യാത്രക്കാർ ചെയ്യേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഒന്ന് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ബസ് നമ്പർ, കസ്റ്റമർ നമ്പർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതിനുശേഷം പോകുന്നത് കസ്റ്റമർക്ക് ഒരു നമ്പർ കൊടുക്കും. ഓരോ കസ്റ്റമർ പെർമനന്റ് സീറ്റ് നമ്പർ വെച്ചിട്ടാണ് ആ ഒരു യാത്രയ്ക്ക് വേണ്ടി കൊടുക്കുന്ന. അത് ഈ വാട്സാപ്പിൽ വരും. വെരിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ചാർട്ട് ഇവിടെ ഐറ്റം നമുക്ക് ഡിസ്പ്ലേഡ് ആവും, ഏത് ഐറ്റമാണ് കൊടുത്തിട്ടുള്ളതെന്ന്. നമുക്ക് അതിനുശേഷം ഇവിടുന്ന് ഒരു QR കോഡ് നമ്മുടെ വാട്സാപ്പിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ മെസ്സേജ് അയക്കും. ശേഷം കസ്റ്റമേഴ്സിന് ഗൂഗിൾ പേ വഴിയോ ക്യാഷ് ഓൺ ഡെലിവറി വഴിയോ അവർക്ക് പേ ചെയ്യാവുന്നതാണ്. ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് ഒന്ന് നമ്മൾ കസ്റ്റമേഴ്സ് തിരിച്ചൊന്ന് അയക്കുന്നു. അതൊന്നും മാറ്റിയിട്ടേ സർ, സ്ക്രീൻഷോട്ട് അങ്ങോട്ട് അയക്കുന്നതിന് പകരം വാട്സാപ്പിൽ തന്നെ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ വരണം. അതിനുശേഷം അവിടെ നമ്മളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഓർഡർ വെരിഫൈ ചെയ്യുന്നു. നമ്മൾ കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്തിട്ട് ഓർഡർ കൺഫർമേഷൻ കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു. യാത്രക്കാർക്ക് വലിയ പണിയില്ല എന്നുള്ളതാണ്. വാട്സാപ്പിൽ വരണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊരു സാധനം സെൻഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വാട്സാപ്പിൽ അങ്ങ് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പുതിയ വെബ്സൈറ്റ് വരുമ്പോൾ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വരും. അതൊരു ഒരു മാസം വരും. ഒരു മാസത്തിനുള്ളിൽ അത് വരും. കാരണം ഇത് ആദ്യമായിട്ടാണ് അവർ ഇത്തരത്തിലൊരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഒരു ട്രയൽ തുടങ്ങുകയാണെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു മാസത്തിനുള്ളിൽ അത് പെർഫെക്റ്റ് ആയിട്ട് മാറും. മാറുന്നതോടുകൂടി മറ്റ് വണ്ടികളിലും ഇത് നമ്മൾ ആദ്യഘട്ടത്തിൽ സൂപ്പർ ക്ലാസ് വണ്ടികളിൽ തുടങ്ങും. പിന്നീട് നമ്മൾ മറ്റ് സാധാരണ സൂപ്പർ ഫാസ്റ്റ് പോലുള്ള വണ്ടികളിലേക്ക് വരും. ഓരോരോ ഘട്ടമായിട്ട് നമ്മൾ സൂപ്പർ ഫാസ്റ്റ് വരെയുള്ള വണ്ടികളിലാണ്. പിന്നെ ഫാസ്റ്റ് പാസഞ്ചറിൽ അങ്ങനെ ഓരോന്നിലേക്ക് നമ്മൾ താഴ്ത്തായിട്ട് കൊണ്ടുവരും. ഓർഡിനറി ബസ്സിലൊക്കെ പ്രയാസമായിരിക്കും, പക്ഷേ എന്നാലും ദീർഘദൂര സർവീസുകളിലായിരിക്കും ഇത് പ്രധാനമായും വരാൻ പോകുന്നത്. ആദ്യം ഈ ബാംഗ്ലൂർ, മൂകാംബി ഒക്കെ പോകുന്ന ലോങ് ഡിസ്റ്റൻസ് വണ്ടികൾ, ഇൻ്റർസ്റ്റേറ്റ് പോകുന്ന വണ്ടികളിലുമാണ് നമ്മൾ ആദ്യം. അപ്പോൾ നിങ്ങളുടെ എല്ലാ അനുഭവത്തോടെ ഈ ഒരു പദ്ധതി ചിക്കിങ്ങും KSRTC തമ്മിലുള്ള ടൈപ്പിലുള്ള ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. ഒരു ഫംഗ്ഷൻ വെക്കണമെന്ന് വിചാരിച്ചാൽ എന്നാൽ ലളിതമായൊരു ചടങ്ങിൽ അങ്ങ് നടത്തുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും അഭ്യർത്ഥിക്കുന്നു. Subscribe to One India and never miss an update.